പത്രോസ് നമുക്കറിയാം, ഈശോയെ ശത്രുക്കൾ വന്ന് ബന്ധിച്ച് കൊണ്ടുപോകുന്നു. ഗത്സമൻ തോട്ടത്തിൽ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പത്രോസിനെ പിന്നെ നമുക്കറിയാം, പത്രോസിൻ്റെ അടുത്ത് സ്ത്രീ എന്നിട്ട് നീയും അവൻ്റെ കൂടെയുള്ള അല്ല എന്ന് പറഞ്ഞ് 3 വട്ടം തള്ളിപ്പറഞ്ഞ് ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടു. അങ്ങനെ കുരിശു മരണത്തിൽ രക്ഷപ്പെട്ടു. അവർക്ക് അതിന് മുമ്പ് പറഞ്ഞ നീ എന്നെ ജയിലിലടച്ചാലും എവിടെ ഇട്ടാലും ഞാൻ നിൻ്റെ കൂടെ മരിക്കാൻ പോലും സന്നദ്ധനാന്ന് പറഞ്ഞു. പക്ഷേ സഹനം വന്നപ്പോൾ അവൻ ഒഴിഞ്ഞു മാറി സഹനത്തെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. സർവ്വത്തെ പറയാ ഹല്ലേലൂയ. പക്ഷേ രക്ഷപ്പെട്ടില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് കാണാം, റോമിൽ വെച്ച് ഈ പത്രോസിനെ ശത്രുക്കൾ ബന്ധിക്കുന്നുണ്ട്. ഇതുപോലെ ബന്ധിച്ച് കൊണ്ടുപോയിട്ട് കുരിശിൽ കൊണ്ടുപോയി തറയ്ക്കുന്ന കാണാൻ പറ്റും. തലകീഴായിട്ട് കുരിശ് തറച്ചിടുന്നു. നീ സഹനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാലും നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന സഹനം നീ സ്വീകരിച്ച് മതിയാകൂ എന്നുള്ള കാര്യം എല്ലാവരും ഓർത്തോണം. പ്രസലോഷ് സഹനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുരിശിൽ നിന്ന് കർത്താവിൻ്റെ പീഡാസഹനത്തിൻ്റെ വഴികളിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി ഒരുപാട് കലാപരിപാടികൾ മനുഷ്യൻ പലത് വഴിയിലൂടെ ചെയ്യാറുണ്ട്. അതൊന്നും കാര്യമില്ല. ആ വഴിയെ ദൈവം നിന്നെ കയറ്റിയിരിക്കും. പ്രസലോഷ് കർത്താവ് നിൻ്റെ വിളിയുടെ ഭാഗമാണ് ഗാഗുൽത്താ മല കയറുക എന്നുള്ളത്. അത് ഓരോ ക്രൈസ്തവൻ്റെയും ദൈവവിളിയുടെ ഭാഗമാണ്. അതെന്തേരം വളർന്നാൽ, എന്തേരം അറിവ് നേടിയാൽ, എന്തെല്ലാം സമ്പത്തുണ്ടെങ്കിൽ, ആരെല്ലാം കൂടെ ഉണ്ടെങ്കിൽ, എന്തെല്ലാം പിടിപാടുകളുണ്ടെങ്കിലും എല്ലാം തോറ്റു നിൽക്കുന്നൊരു സമയം. ജീവിതത്തിൽ ചില സമയത്ത് എന്തുണ്ടായിട്ട് ഒരു കാര്യമില്ല, പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ. പ്രസ്തരോഷ് ആ ഒരവസ്ഥ അത് നിൻ്റെ വിളിയുടെ ഭാഗമാണ്. അതുകൊണ്ട് സഹനം വരുമ്പോൾ ദൈവമക്കൾ ചിന്തിക്കേണ്ട ഒരു ഇതെൻ്റെ വിളിയുടെ ഭാഗമാണ്. പ്രസ്തരോഷ് എൻ്റെ ദൈവവിളിയുടെ ഭാഗം. ഞാൻ എൻ്റെ സഹനം വരുമ്പോൾ ഞാൻ കാണാം ഇതെൻ്റെ ദൈവവിളിയുടെ ഭാഗമാണ്. ഞാൻ ക്രിസ്തു ശിഷ്യനാകുന്നതിൻ്റെ തെളിവാണിത്. ഈ സഹനം കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ 2 കരം എടുത്തപ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ. പക്ഷേ ഈ സഹനമുള്ളപ്പോഴും കർത്താവിൻ്റെ കൃപയൊഴുകുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തീർത്തും വയ്യാതെ മടുത്തു പോയി. മടുത്ത് എന്തോ ഒരു ശുശ്രൂഷ നിൽക്കാൻ പറ്റുന്നില്ല, മടുത്തു, ഇങ്ങനെ ചെയ്യും, തളർന്നു, ഇങ്ങനെ ചിന്തിച്ചു പോയി. അപ്പോൾ അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരെങ്കിലും അച്ഛാ ഒരു സീരിയസ് ആയ രോഗി വന്നിട്ടുണ്ട്, വലിയൊരു പൈശാചിക പീഡയൊക്കെ ഇടുന്നുണ്ട്, അച്ഛൻ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു ഇതേ ഞാനിന്ന് എഴുന്നേറ്റിട്ടില്ല അച്ഛൻ, പ്ലീസ് അച്ഛാ. പ്രൈസ് ദി ലോർഡ്. സർവ്വത്തെ പറയും ഹല്ലേലൂയ. അപ്പോൾ എന്നെ എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് എനിക്ക് വന്നതാരാ എന്താണെന്ന് എനിക്കൊന്നും അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് ഓടുമ്പോഴുണ്ടല്ലോ ആ നിമിഷം കർത്താവ് അവനെ അങ്ങ് സുഖപ്പെടുത്തി എഴുന്നേൽപ്പിച്ചു വിടുന്നത് ഞാൻ എൻ്റെ കണ്ടുകൊണ്ട് കണ്ടിട്ടുണ്ട്. അതായത് സഹനത്തിൻ്റെ സമയത്ത് അഭിഷേകത്തിന് കുറവും പറ്റില്ല. സഹനമുണ്ടായതുകൊണ്ട് ദൈവം നിന്നെ ഇട്ടേച്ചു പോയെന്ന് നീ കരുതിയേക്കരുത്. തകർച്ചകൾ വരുമ്പോൾ ദൈവം നിന്നെ ഇട്ടേച്ചു പോയെന്ന് ഒരിക്കലും കരുതിയേക്കരുത്. ഒരുപക്ഷേ തകർച്ചകൾ നിനക്കുണ്ടാകുന്ന സമയത്ത് ദൈവം അല്പം കൂടെ നിൻ്റെ കൂടെയുള്ളത്. പ്രസ്ലോഷ് അല്പം കൂടെ അടുത്ത് നിൽക്കുന്നത്. പ്രസ്ലോഷ് സർവ്വത്തെ വിശ്വസിക്കുന്നു 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 വിശ്വസിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ മക്കളെ എന്ന് പറയുമ്പോൾ ഒന്ന് കൈയടിച്ച് നന്നായിട്ട് കൈയടിച്ച് സകല കെട്ടുകളും ബന്ധം അടികെട്ടാടി കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എൻ്റെ കൊണ്ട് എന്നെ ഉപേക്ഷിച്ചു. ആ സമയത്ത് പിതാവേ എന്നൊക്കെ ഒരു മറുപടിയും കാണുന്നില്ലേ. പ്രസരോഷ് കണക്ക് ദൈവഹിതമാണ് അവിടെ നിറവേറ്റപ്പെടുന്നത്. പുത്രൻ തമ്പുരാൻ ലോകപാപങ്ങളുടെ പരിഹാര ബലി അർപ്പിക്കണമെന്നുള്ളത് ദൈവ തിരുമനസ്സാണ്. ആ തിരുമനസ് അതിൻ്റെ പൂർണ്ണ നിറവ്. പാഷൻ ഓഫ് ദി ക്രൈസ്റ്റ് ഒരു സംഭവം ഉണ്ടേ, നിങ്ങൾ അതിൻ്റെ ഫിലിം കണ്ടിട്ടുണ്ടെങ്കിൽ ചിലർക്കറിയാൻ പറ്റും. ആ ഒരു സഹന സമയത്തൊന്നും ഒരു ദൈവത്തിൻ്റെ അത് നമുക്ക് സർവശക്തനായ ദൈവം എവിടെ നമ്മൾ തന്നെ ചോദിക്കും. അതുകൊണ്ട് ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട് ചുറ്റുമുള്ളവരും, നീ ദൈവപുത്രനാണെങ്കിൽ വേഗത്തിൽ ഇറങ്ങി വാ, ദൈവപുത്രനാണെങ്കിൽ ദൈവമാണ്, ഇറങ്ങി വന്നിട്ട് നീ അത്ഭുതം പ്രവർത്തിക്കുക, അടയാളം പ്രവർത്തിക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഈശോയ്ക്ക് ഒന്നും ചെയ്യുന്നില്ല. നമ്മളൊക്കെ ഈശോയ്ക്ക് ചെയ്യാൻ മേലാതില്ല, ഈശോയ്ക്ക് എന്തും ചെയ്യാം. സർവ്വത്തെ പറഞ്ഞ ഹല്ലേലൂയ. അവിടെയാണ് ഈശോ ഏറ്റവും വലിയ കാര്യം ചെയ്യുന്നത്. ഈശോ ദൈവമാണെന്ന് തെളിയുന്നത് കാൽവരി കുരിശിൽ. കാരണം ആ സഹനത്തിൻ്റെ നിമിഷത്തിൽ അടിപതറാതെ നിൽക്കുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദൈവ ഈശോയുടെ വായുന്നൊരു പാഴ്വാക്ക് പോലും വരുന്നത്, തിന്മ വരുന്നത്, ശാപവാക്ക് വരുന്നില്ല. സ്നേഹം തന്നെയായ ദൈവം സ്നേഹം തന്നെയായിട്ട് ആ കാൽവരിയിൽ കഴിയുക. ദൈവം സഹിക്കാനുള്ള ശക്തിയുള്ളത് ദൈവത്തിന്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും ഈശോ മിശിഹായുടെ തോളിൽ സ്വപുത്രനായ പിതാവായ ദൈവം സ്വപുത്രനായ ഈശോ മിശിഹായുടെ തോളിൽ ഇത്ര ഭാരമേറിയ കുരിശുമരം എന്തിനു വെച്ച് കൊടുത്തു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം, അവരെ അതെടുക്കാനുള്ള ശക്തിയുള്ളൂ. ദൈവത്തെ അതെടുക്കാനുള്ള ശക്തി. ചിലപ്പോൾ നിനക്കൊരു കുരിശ് കിട്ടുമ്പോൾ നിനക്ക് അതെടുക്കാനുള്ള ശക്തി
ശക്തിയുള്ളൂ. ചിലപ്പോൾ ഒരു രോഗിയായ ഒരു കുഞ്ഞിനെ വീട്ടിൽ തരുമ്പോൾ ദൈവം പദ്ധതി ഇടുന്നത് ആ അമ്മയ്ക്ക് അതെടുക്കാനുള്ള ശക്തി കൊണ്ട്. അവക്കേ ഉള്ള ശക്തി, വേറെ ആൾക്ക് ഈ ശക്തിയില്ല. ശക്തിയുള്ളവനെ കൊടുക്കുക. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ആ സംഭവത്തിൻ്റെ അവസാനം ഒരു ഈശോ മരിക്കുന്നുണ്ട്. ഈശോ എല്ലാം പൂർത്തിയായി, പിതാവേ അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നുവെന്ന് അവൻ പറഞ്ഞുകൊണ്ട് എല്ലാം വിളിച്ച് ഈശോ മരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഭൂമി കുലുക്കുന്നു. സംഭവം എല്ലാം ചിത്രത്തിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സംഭവമുണ്ട്. ആകാശത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നിട്ടേ കുരിശിൻ്റെ ചുവട്ടിൽ വന്ന് പതിക്കുന്നുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അതായത് സഹനത്തിൻ്റെ മുഴുവൻ സമയത്തും പിതാവായ ദൈവം അവിടെ ഉണ്ട്, മുഴുവൻ കാണുന്നുണ്ട്, മുഴുവൻ അറിഞ്ഞുകൊണ്ട്. ദൈവം അറിഞ്ഞുകൊണ്ട് തന്ന സഹനമാണ്. ഇത് തന്നെയാണ് എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഏതു തരം സഹനം, അപമാനമാകട്ടെ, നിന്ദനമാകട്ടെ, നിന്നെ തിരുത്താൻ വേണ്ടി തരുന്ന ചില ശിക്ഷണങ്ങളുടെ സഹനങ്ങളാകട്ടെ, മാതാപിതാക്കളെ കിട്ടുന്ന ശിക്ഷണമാകാം, അധികാരികളുടെ ശിക്ഷണമാകാം, അധ്യാപകരുടെ ശിക്ഷണമാകാം, പ്രിയപ്പെട്ടുള്ള ശിക്ഷണമാകാം, എല്ലാം ദൈവം കാണുന്നുണ്ട്. നീ വേദനിക്കുന്ന കാണുമ്പോൾ ദൈവം ഒരിക്കലും സന്തോഷിക്കുകയല്ല. പക്ഷേ ആ വഴിയിലൂടെ നീ പോകണം. അതൊരു വലിയൊരു രഹസ്യം. അതുകൊണ്ട് സഹനത്തെക്കുറിച്ചുള്ളൊരു വാക്ക് പഠിക്കുക. ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന വാക്ക് ഇറ്റ്സ് എ മിസ്റ്ററി. ഇതൊരു രഹസ്യമാണ്. ഈ സഹനം ഒരു രഹസ്യമാണ്. അത് മനുഷ്യബുദ്ധി. എന്തിന് ദൈവം ഈ സഹനങ്ങൾ ലോകത്തിൽ മനുഷ്യന് കൊടുക്കുന്നു, അതിനുള്ള ഉത്തരത അതൊരു രഹസ്യമാണ്. നീ ഈ ദേശത്ത് താമസിക്കണമെന്നുള്ളത് അതൊരു രഹസ്യമാണ്. നീ ഇത്ര കുരിശെടുക്കും, അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു രഹസ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ മനുഷ്യബുദ്ധി കൊണ്ട് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ലത്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ബൈബിൾ പഠിപ്പിക്കും, ദൈവം ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവന് ദൈവം ഒരുപാട് സഹനം കൊടുക്കും. ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്ക് വേണ്ടി ദൈവം ഒരുപാട് സഹനം കൊടുക്കും. പക്ഷേ അവരെ ദൈവം ഉപേക്ഷിക്കില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ സഹനത്തിൽ ദൈവ പദ്ധതിയുണ്ട്. ദൈവ പദ്ധതിയുടെ ഭാഗമാണത്. അതിനെ നമ്മുടെ ബുദ്ധിയുടെ യുക്തി കൊണ്ടൊന്നും ചിലക്കിത് കണ്ടുപിടിക്കാൻ പറ്റും. ചിലർക്ക് നിരീശ്വരവാദികളായി തീർന്നിട്ടുണ്ട്. എന്തിന് ദൈവം ഇത്? ഇപ്പോൾ ദൈവം ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് അനുവദിക്കുന്നു? കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയെ. അതൊന്നുമല്ല. ഇറ്റ്സ് എ മിസ്റ്ററി. ഡിവൈൻ മിസ്റ്ററിയാണ്, ദൈവിക രഹസ്യം. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ഉച്ചത്തിൽ കൈയടിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവായ ദൈവം സ്വപുത്രൻ ഒരു പാപമൊഴിച്ച് ബാക്കിയെല്ലാത്തിലും നമ്മൾ ഒന്നായിത്തീരുന്ന സ്വപുത്രന് ദൈവം ആ സഹനം കൊടുത്തു. സ്വന്തം പുത്രന് ആ സഹനം കൊടുത്തു. അത് മാക്സിമം കൊടുത്തു. അതിൻ്റെ അർത്ഥം എങ്കിൽ ഇതിനൊക്കെ ദൈവം അത്തരും. അത് പലതരത്തിലുള്ള അപമാനമാകാം, നിന്ദനമാകാം, ഒറ്റപ്പെടലാകാം, രോഗമാകാം, നഷ്ടങ്ങളാകാം, തകർച്ചകളാകാം, മരണങ്ങളാകാം, ദുർമരണം, പലതരത്തിലുള്ള അതൊന്നും നമുക്കൊന്ന് പുറത്ത് എല്ലാത്തരം വേദന തരാം. അത് സ്വപുത്രനായ ഈശോയ്ക്കത് കൊടുത്തെങ്കിൽ അത് നിനക്കും ദൈവം അനുവദിക്കും. അത് നിന്നെ ഉപേക്ഷിക്കാനല്ല, നിന്നെ സ്വന്തമാക്കാൻ വേണ്ടി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണ്. അതിനെ ഒരിക്കലും അവിടെ വെച്ച് ദൈവം നമ്മളെ നശിപ്പിച്ചു എന്ന് കരുതരുത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ. പോരെ കൈകൾ ഉയർത്തുന്ന കൈയടിച്ചേ ഒറ്റ വിളി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ വായിക്കുമ്പോൾ ഹെബ്രായ ലേഖനം 12:1-11 വരെ എല്ലാവരും ശ്രദ്ധിച്ചേക്കണേ വചനം. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളത് നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപ്പന്തയം സ്ഥിരോത്സാഹത്തോടെ നമുക്ക് ഓടിത്തീർക്കാം. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അവമാനം വകവയ്ക്കാതെ കുരിശ് ക്ഷമയോടെ സ്വീകരിച്ചു. ദൈവസിംഹാസനത്തിൻ്റെ വലതുഭാഗത്ത് അവൻ അവരോധിക്കപ്പെടുകയും ചെയ്തു. ആകയാൽ മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്നും എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. പാപത്തിനെതിരായിട്ടുള്ള സമരത്തിൽ നിങ്ങൾക്ക് ഇനിയും രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളെ പുത്രന്മാരെന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ആ ഉപദേശം നിങ്ങൾ മറന്നുപോയോ? എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസ്സാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ
നീ നഷ്ടധൈര്യനാകുകയും വരുത്. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണുള്ളതും എല്ലാവർക്കും ലഭിക്കുന്ന ശിക്ഷണം നിങ്ങൾക്കും ലഭിക്കാതിരുന്നാൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളാണ്. ഇതിനും പുറമേ നമ്മെ തിരുത്തുന്നതിന് നമുക്ക് ഭൗമിക പിതാക്കന്മാരുണ്ടായിരുന്നു. നാം അവരെ ബഹുമാനിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ നാം ആത്മാക്കളുടെ പിതാവിനും വിധേയരായി ജീവിക്കേണ്ടതല്ലേ? സ്വരമടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മക്കളായതുകൊണ്ട് ദൈവം ഈ ശിക്ഷണം തരുന്നതെന്നാണ് ബൈബിൾ. അല്ലെങ്കിൽ നമ്മൾ ജാരസന്തതിയാണ്, സ്വന്തം മക്കളല്ല. ദൈവത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായതുകൊണ്ടാണ് ദൈവം നമുക്ക് പലതരത്തിലുള്ള ശിക്ഷണങ്ങൾ അനുവദിക്കുന്നത്. ദൈവം അതുകൊണ്ട് ആ സഹനങ്ങളുടെ സമയത്ത് ഒരിക്കലും തളർന്നു പോകരുത്. ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ തന്നെ കർത്താവ് സഹനശക്തി എന്ന വലിയ കൃപ കൊടുക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രസലോഷ്, ഒരു കാര്യം എടുത്ത് സഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായിരിക്കും. പ്രസലോഷ്, വേദനിക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് കർത്താവിൻ്റെ സാന്നിധ്യം കൂടുതലായി. ഒരിക്കലും ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ ഒരു അപ്പസ്തോലിക് ലെറ്ററിൽ പറഞ്ഞൊരു വാക്യമുണ്ട്. ലോകത്തിലെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു കാര്യം മാർപ്പാപ്പ പറയുക. അത് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് ശരിക്കും സഭയെ പിടിച്ചു നിർത്തുന്നത് ഈ ലോകത്തിലെ സഭയിലെ കിടപ്പ് രോഗികളാണെന്നാണ് പറയുന്നത്. പ്രസലോഷ്, അവർ നേരിട്ട് കർത്താവിൻ്റെ കുരിശിൽ കിടക്കുന്നവരാണ് എന്നാണ് നമ്മുടെ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ നേരിട്ട് കുരിശിൽ കിടക്കുന്നവരാണ് അവരൊരുത്തർ. സർവ്വ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവ് നന്ദി പാട്ട് ഉച്ചത്തിൽ. മറ്റൊന്നുള്ളത്, ഞങ്ങളെപ്പോലുള്ളവർക്ക് ശുശ്രൂഷയും ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നതിന് കാരണം നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾക്ക് പരിഹാരമായ കർത്താവിൻ്റെ കാൽവരി ബലിയോട് ചേർന്ന് ജീവിതത്തിൽ സഹനങ്ങൾ എടുത്തുകൊണ്ട് ബലിയർപ്പിക്കുന്ന ധാരാളം രോഗികളുണ്ട്, ഒറ്റപ്പെട്ടവരുണ്ട്, അനാഥരുണ്ട്, വിധവകളുണ്ട്, പാവപ്പെട്ട മനുഷ്യരുണ്ട്. ഇതൊരു രഹസ്യം. ഇത് മനുഷ്യബുദ്ധിയിൽ ഗ്രഹിക്കാൻ പറ്റുന്നല്ല, അതിനപ്പുറം നിൽക്കുന്ന കാര്യം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്ക് സഹനത്തെ ഏറ്റവും സന്തോഷത്തോടെ എടുക്കുമ്പോൾ ഒരു കാര്യം ചിന്തിച്ചാൽ, സഹനത്തെ നമുക്ക് വിജയം വരിക്കണമെങ്കിൽ ഒറ്റ കാര്യം, നിശബ്ദത പാലിക്കുക. ബി സൈലൻറ്റ്. എല്ലാ ചോദ്യത്തിനും നമ്മൾ ജീവിതത്തിൽ ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരോടും എല്ലാത്തിനും ഉത്തരം കൊടുക്കേണ്ട ആവശ്യമില്ല. നിശബ്ദത പാലിക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയുടെ സമയത്തിനായിട്ട് പ്രാർത്ഥിക്കുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ വന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ്, ഒത്തിരി വർഷം മുമ്പ് ഉണ്ടാവും, എൻ്റെ ആത്മീയ ഗുരുക്കന്മാരും എൻ്റെ സഹോദരങ്ങളും എനിക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഉപദേശം, ആരെയും പഴിക്കണ്ട, ആരെയും കുറ്റപ്പെടുത്തണ്ട, ആർക്കും ഉത്തരം കൊടുക്കണ്ട. കീപ് സൈലൻസ്. അത് ദൈവം കൃപയാക്കി മാറ്റിക്കൊള്ളും. പ്രസലോഷം, എല്ലാം കർത്താവിൻ്റെ കൈ കൊടുത്തേക്കുക. വിധിയാളൻ കർത്താവ്, അവൻ വിധിച്ചോളും. നമ്മൾ ആരെയും വിധിക്കാൻ പോകണ്ട, നമ്മൾ ശരിയും പറയാൻ പോകണ്ട, തെറ്റും പറയാൻ ന്യായീകരിക്കാനും പോകണ്ട. ദൈവം അവിടെ പ്രവർത്തിച്ചോളും. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പിലാത്തോസിൻ്റെ അരമന നിൽക്കുന്ന കർത്താവ് ചമന്ന മേലങ്കിയും ശിരസിൽ മുൾക്കിരീടും കയ്യിൽ ഞാങ്ങണയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കർത്താവെ, ആ കർത്താവിനോട് എത്ര ചോദ്യങ്ങളാണ് പിലാത്തോസ് ചോദിക്കുന്നത്. മറുപടിയില്ല അവന്. ആളുകൾ കൂക്കുവിളിക്കുന്നുണ്ട് ഇവരെക്കുറിച്ച്, മറുപടിയില്ല. അതാണ് സഹനത്തിൻ്റെ സമയത്ത് മറുപടി എല്ലാത്തിനും കൊടുക്കണ്ട. ഇതിൻ്റെ അർത്ഥമൊന്നും പിന്നീട് അതിൻ്റെ അർത്ഥം മറുപടി കൊടുക്കാത്തതിൻ്റെ കാരണം എന്നറിയോ, ഇത് പിന്നീട് മനസ്സിലാകുള്ളൂ. ഈ സഹനം ഞാൻ എന്തിനാണ് സഹിക്കുന്നത് എന്നുള്ളതിൻ്റെ അർത്ഥം ഇന്നും നിങ്ങൾക്ക് മനസ്സിലാകില്ല. നാളെ 3 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തിനാണ് സഹനത്തിൻ്റെ അർത്ഥമെന്ന്. അതാണ് ഓരോരുത്തരും മനസ്സിലാക്കുക. ഈ സഹനം ഒരർത്ഥമുണ്ട് കേട്ടോ, വലിയ അർത്ഥമുണ്ട്. ഭൂമിയിലെ കോടാനുകോടി സമ്പത്തിനേക്കാളും അർത്ഥമുണ്ട്, വലിപ്പമുണ്ട് സഹിക്കുന്നവൻ്റെ അഭിഷേകത്തിന്, ആത്മാവിന്. സഹിക്കുന്നവൻ്റെ ആത്മാവിൻ്റെ വലിപ്പം ഈ ഭൂമിയുടെ മുഴുവൻ സ്വത്തിനേക്കാളും വലിയ മഹത്വമുണ്ട്. പക്ഷെ ആ മഹത്വം ഉണ്ടാകണമെങ്കിൽ അവൻ്റെ സഹനങ്ങളെ അവൻ ക്രിസ്തുവിൻ്റെ പീഡാസഹനങ്ങളോട് കുരിശുമരണത്തോട് ചേർത്ത് വെച്ച് ഈശോ എങ്ങനെ സഹിച്ചു അതുപോലെ സഹിക്കണം. അങ്ങനെ ഇന്ന് സഭയ്ക്കൊക്കെ വിഷമങ്ങൾ ഉണ്ടാകുന്ന ഇത് അറിയില്ല. സഹനത്തെ നമ്മൾ കാണുന്നു നീതി 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 ഒരു വാക്ക് നമ്മൾ ജസ്റ്റിസ്. എന്ത് ജസ്റ്റ്? സ്വന്തം കണ്ണിൽ വലിയ തരിക്കഷ്ണമായിരിക്കുക. പ്രസലോഷ് സഹോദര നിൽക്കുക, നിൻ്റെ കണ്ണിലെ
കരടെടുത്ത് മാറ്റട്ടെ. ഇതാണ് ഇന്നത്തെ ധാർമ്മികത. സർവ്വത്ത് പറഞ്ഞേ ഹല്ലേലൂയ. സ്വന്തം ജീവിതത്തിലെ വലിയ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ കുറവുകളെ എടുത്തു പറഞ്ഞ് അവനെ പീഡിപ്പിക്കുന്ന ആധ്യാത്മികത അത് പാടില്ല. ഒരിക്കലും പാടില്ലത്. നമ്മൾ ദൈവസേന എല്ലാവരും പാപികളാണ്. നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നത് നമ്മുടെ കർത്താവിൻ്റെ കാൽവരി കുരിശിലൂടെ മാത്രം. ആരാണ് നീതിമാനെന്ന് പറയാൻ ആരാ ഉള്ളത്? ഈ ഭൂമിയിൽ ആർക്ക് പറയാം ഞാൻ 100% നീതിമാനെന്ന്? ദൈവമല്ലാതെ വേറെ ആരും നീതിമാനായിട്ടില്ല. അപ്പം നമ്മൾ എത്രയോ താഴ്ന്നു നിൽക്കേണ്ടതാണ്. ആ നീതിവിധി ആളൻ്റെ മുമ്പിൽ അത്ര താഴ്ന്നിക്കേണ്ട. സ്വരപടത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പരിസേയൻ ദേവാലയത്തിൽ വന്നിച്ച് വമ്പ് പറയുമ്പോൾ, വലിപ്പം പൊങ്ങച്ചം പറയുമ്പോൾ അവരവിടെ ചെറുതായി നിൽക്കുന്ന കണ്ടില്ലേ? പക്ഷേ ചുങ്കക്കാരൻ അവനുള്ള കാര്യം തുറന്നു പറഞ്ഞ് അനുഗമിക്കുമ്പോൾ അവനോട് ദൈവം കരുണ കാണിക്കുന്ന കണ്ടില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് ഇതൊക്കെ ഈ പരിസേയ മനോഭാവം പറഞ്ഞു. നമ്മളും വല്ല ഒരു പാപികളാണ്. അവനോട് വെച്ച് ഈ ചുങ്കക്കാരനെ പോലല്ല ഞാൻ വലിയ അവനെപ്പോലെ മാരവഭാവം ചെയ്തിട്ടൊന്നും. നീതിമാനെന്ന് പറയാൻ ദൈവം മാത്രമേ ഉള്ളൂ. വേറെ ആർക്ക് ഈ ഭൂമിയെ നീതിമാനെന്ന് അവകാശപ്പെടാനാവില്ല. ദൈവം പറയണം നീ നീതിമാൻ, അല്ലാതെ നീ തന്നെ നീ നീതിമാനാണെന്ന് പറഞ്ഞല്ല അത് നിനക്ക് വെറുതെ പറയാമെന്നല്ലാതെ അതൊന്നും സത്യം. ദൈവം പറയണം നിന്നെ നീ നീതിമാനാണെന്ന് പറയണം. ദൈവം പറയാതെ നാട്ടുകാരോ വീട്ടുകാരോ കുടുംബക്കാരോ അവരിവരും പറഞ്ഞാലോ നിനക്ക് ഇതാണ് നീതി. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയാ ഹല്ലേലൂയാ. അപ്പം ഇവിടേക്ക് നമ്മളെല്ലാം ഒരുപോലെയാ. ആരും വലിയവനുമില്ല, ആരും ചെറിയവനുമില്ല, ആർക്കാരും വിധിക്കാൻ അധികാരമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, സഹനത്തിൻ്റെ മണിക്കൂർ നമുക്ക് കർത്താവിലേക്ക് നോക്കാം. കർത്താവാണ് എല്ലാം. അവനാണ് സർവ്വത്തിൻ്റെ നാഥൻ. കർത്താവ് ഈശോയുടെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, തിരുസഭയിലൂടെ എനിക്ക് ലഭിച്ച പൗരോഹിത്യത്തിൻ്റെ കൃപയും അധികാരവും ഉപയോഗിച്ചുകൊണ്ട് അപ്പസ്തോലന്മാരുടെ അഭിഷേകത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് തിരുസഭയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് തിരുസഭ എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് പ്രത്യേകമായുധം ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഈ ദേശത്തുള്ള എല്ലാ മെത്രാന്മാരുടെയും ശ്ലൈകിക അധികാരത്തോട് അപ്പസ്തോലിക കൃപയോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുവോടെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സ്ഥലത്തിൻ്റെ മേൽ, ഈ മക്കളുടെ മേൽ, കുടുംബങ്ങളുടെ മേൽ രഹസ്യമായും പരസ്യമായും ദൃശ്യമായും അദൃശ്യമായും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര ആത്മാക്കളെയും ദുഷ്ടവിശ്വാസികളെയും, ആ പുരാതന സർപ്പത്തെ 33:1-3 ആത്മാക്കളെ, 34:4-7 വരെയുള്ള വചനത്തിൽ ആത്മാക്കളെ, വെറുപ്പിന് കായേൻ്റെ രൂപികളെ, ഹോസിയ 5 അശുദ്ധാത്മാക്കളെ ഈശോമിശിഹായുടെ നാമത്തിൽ അപ്പസ്തോല പ്രവർത്തനം 16, 17, 18, 19 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, 19:34 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിച്ച് 8:31 ബഹിഷ്കരിക്കുന്ന സ്ഥലത്തിൽ യേശുനാമത്തിൽ ഇറങ്ങിപ്പോൻ ആജ്ഞാപിക്കുന്നു. ഈ ദേശത്തുള്ള മക്കളുടെ ശരീരത്തിൽ രോഗങ്ങൾ, രോഗപീഠകൾ, തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, മാനസിക പ്രശ്നങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, ജോലി തകർച്ചകൾ, വിവാഹ തകർച്ചകൾ, കടബാധ്യതകൾ, കുടുംബ പ്രശ്നങ്ങൾ, പൈശാചിക മേഖല, അങ്ങനെയുള്ള ബന്ധനങ്ങൾ, രോഗങ്ങൾ, മാരക രോഗം, മാറാരോഗങ്ങൾ, പൈശാചിക പിടിയിൽക്കുള്ള രോഗങ്ങളാൽ വലയുന്ന മക്കൾ ആരെല്ലാം ഇപ്പോൾ ഈ കൂട്ടായ്മയിലും ഈ ശുശ്രൂഷയിലും ലോകത്ത് എവിടെയെല്ലാം ഇരുന്നുകൊണ്ട് കൂടുന്നുണ്ടോ, ആരെല്ലാം ഈശ്വരൻ വിശ്വസിക്കുന്നുണ്ടോ, സംശയമില്ലാത്ത മക്കൾ ആരെല്ലാം ഉണ്ടോ, ആ മക്കളുടെ മേൽ കുടുംബങ്ങളുള്ള ദുഷ്ടവിശ്വാസങ്ങളെ, രോഗപീഠകളെ, പാപപീഠകളെ ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. ബന്ധിച്ച് ലൂക്കാ 8:31 ബഹിഷ്കരിക്കുന്നു. ഈ ദേശത്തുള്ള മക്കൾ ആരെല്ലാം സഭയ്ക്ക് വിരുദ്ധരായ മക്കളുണ്ടോ, വിശ്വാസമില്ലാത്ത മക്കള്, സത്യസഭയോട് സത്യവിശ്വാസത്തിനും അകന്നു കഴിയുന്ന മക്കള്, പാപകരമായ ബന്ധങ്ങളിൽ പെട്ടിരിക്കുന്ന മക്കള്, വ്യഭിചാരത്തിന് സ്വവർഗരതികളും ദുർഭൂതങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നയിക്കുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, മദ്യത്തിൻ്റെ, പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ജീവിതത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധങ്ങൾ, സത്യസഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമായ ഫ്രണ്ട്ഷിപ്പിൽ കഴിയുന്ന മക്കൾ ആരെല്ലാം ഉണ്ടോ, അവൻ്റെ മേലും അവളുടെ മേലും പ്രവർത്തിക്കുന്ന ദുഷ്ടജന്തുക്കളെ, പൈശാചിക ആത്മാക്കളെ മൊത്തത്തോടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. യേശുവിന്റെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു.
വിദേശത്തുള്ള മക്കള്, നിരാശപ്പെട്ടിരിക്കുന്ന മക്കള്, കുടുംബം തകർന്നവർ, ഒറ്റപ്പെട്ടു പോയവര്, ആരുമില്ലാത്ത മക്കള്, മനസ്സ് തകർന്ന മക്കള്, എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും തകർച്ചകളും ദുരിതങ്ങളും അനുഭവിക്കുന്ന മക്കളുണ്ടോ? ആ മക്കളെ ദുരിതപ്പെടുത്തുന്ന തകർക്കുന്ന ദുഷ്ടപിശാചുകളെ, അശുദ്ധാത്മാക്കളെ പരിശുദ്ധ കുർബാനയിൽ ജീവനോട് എഴുന്നള്ളിരിക്കുന്ന ഉത്ഥിതനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് മക്കളെ കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. എല്ലാ വേദന കൊടുത്ത്, ഒരു 7 നിയോഗം കൊടുത്ത് ഈശോ ഏറ്റെടുക്കുന്നു. യുവാക്കള്, യുവതികള്, അപ്പനമ്മമാര്, മുതിർന്നവര്, വാർദ്ധക്യത്തിൽ പോകുന്നൊക്കെ പ്രാർത്ഥിച്ച്, എല്ലാം പ്രാർത്ഥിച്ച് ഈശ്വരൻ സമർപ്പിച്ച് ഇത് കർത്താവ് നമ്മെ ആശീർവദിക്കാൻ പോകുന്ന വലിയ സമയമാണ്, വലിയ കൃപയുടെ സമയമാണ്. വിഷയം വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്ന മക്കള് കണ്ണു തുറന്ന് ഈശോയോട് നോക്കിയിട്ട് ചങ്ക് പൊട്ടി അങ്ങ് ഈശോയെന്ന് വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, യേശുവെന്ന് ചങ്ക് പൊട്ടി വിളിച്ച്, യേശുവെന്ന് വിളിച്ച്, പോരാ പോരാ യേശുവേ. അഭിഷേക പെരുമഴ, കൃപയുടെ അഭിഷേകം. കൃപയുടെ അഭിഷേകം.